തിരുവനന്തപുരം നരുവാമൂടിൽ ഫർണിച്ചർ ഗോഡൌണിൽ വൻ തീപിടുത്തം 6 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. MG പ്രതീക്ഷ ആയിരുന്നു വിശദാംശങ്ങളുമായി. പ്രതീക്ഷ, ഇപ്പോൾ എത്ര സമയമായി തീപിടുത്തം ഉണ്ടായിട്ട്? തീ നിയന്ത്രണ വിധേയമാകുന്നോ? ഗൂഗിൾ, തിരുവനന്തപുരം നരുവാമൂട് അമ്മാനൂർ കോണത്താണ് വലിയ തീപിടുത്തമുണ്ടായത്. 2 മണിക്കൂർ മുമ്പാണ് ഈ പ്രദേശത്ത് തീപിടിച്ചത്. ഈ ഫർണിച്ചർ ഗോഡൌണിലാണ് തീപിടിച്ചത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ തരത്തിൽ തീ ആളിക്കത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. 6 യൂണിറ്റ് ഫയർഫോഴ്സ് നിലവിൽ സ്ഥലത്തെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സും കാട്ടാക്കടയിൽ നിന്ന് 2 യൂണിറ്റും ഒപ്പം നെയ്യാറ്റിൻകരയിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സും സ്ഥലത്തെത്തിയെങ്കിലും ഇതുവരെയും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. നിലവിൽ വന്ന 6 യൂണിറ്റ് ഫയർഫോഴ്സിലെയും വെള്ളം തീർന്നു. ഇനി പുതിയ യൂണിറ്റ് ഇവിടേക്ക് എത്താനുണ്ട്. ഈ സമീപത്ത് നിരവധി വീടുകളുള്ള ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥിതി ഇപ്പോഴും നിയന്ത്രണ വിധേയമല്ല. തീ ഇപ്പോഴും പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഫർണിച്ചർ നിർമ്മിക്കാനുള്ള ഒരു ഗോഡൌൺ ആണ് ഇത്. 2 മണിക്കൂർ മുമ്പാണ് ആദ്യം തീ പിടിച്ചത്. പിന്നീട് ഈ ഗോഡൌണുകളിൽ സൂക്ഷിച്ചിരുന്ന തടികളിലേക്ക് തീ പടരുകയായിരുന്നു. ഈ ഗോഡൌൺ പൂർണ്ണമായും കത്തി നശിച്ച ഒരു സാഹചര്യമാണ്. വളരെ ചേർന്ന് നിരവധി വീടുകളുള്ള ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ തീ എത്രയും വേഗം നിയന്ത്രണം വിധേയമാക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സ് അല്പസമയത്തിനകം ഇവിടേക്ക് എത്തുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഫർണിച്ചർ ഗോഡൌൺ ആണ്. ഇതിന്റെ ഈ പുറകുവശം, അതായത് ഒരു വീടിനോട് ചേർന്നാണ് ഈ ഫർണിച്ചർ ഗോഡൌൺ പ്രവർത്തിക്കുന്നത്. അതിന്റെ പുറകുവശം പൂർണ്ണമായും കത്തി നശിച്ച ഒരു സാഹചര്യമാണ്. നമുക്ക് ഈ സമയത്ത്, തീ പിടിക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരടക്കമുള്ളവരോട് ഉണ്ട്. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം, എങ്ങനെയായിരുന്നു കേട്ടോ ഈ സംഭവം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 മണിക്കൂറും തീ കത്തി തുടങ്ങിയിട്ട് പഴയ കെട്ടിടങ്ങളൊക്കെ പൊളിച്ചുള്ള ഫർണിച്ചറും പുതിയ ഫർണിച്ചറും ഒക്കെ തടികളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന വലിയ ഗോഡൗണാണ്. എല്ലാ ദിവസവും പണിക്കാരൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇന്നത്തെ ദിവസം പണിക്കാരില്ല. അവരെല്ലാം ചർച്ചിലൊക്കെ പോയിരുന്ന സ്ഥലത്താണ് തീ പിടിച്ചേക്കുന്നത്. എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയാൻ വയ്യ. അപ്പോൾ ഒരു 6-7 വണ്ടിയോളം ഫയർഫോഴ്സ് യൂണിറ്റ് വന്ന് നല്ല രീതിയിൽ എല്ലാ വെള്ളം അടിച്ചിട്ടും തീ അണയുന്നില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ വീണ്ടും വെള്ളം നിറയ്ക്കാൻ വേണ്ടി പോയിക്കാണ്. എന്തായാലും ഇത് നിയന്ത്രണ വിധേയമാകുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഗോകുൽ, ഇതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. കാരണം തീ കൂടുതൽ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ തീ കെടുത്തേണ്ട ഒരു സാഹചര്യമാണ് നിലവിലൂടെ ഉള്ളത്. കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സ് ഇവിടെ എത്തുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇപ്പൊ ഈ തീ എപ്പോഴത്തേക്ക് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും? ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നമ്മൾ ഏകദേശം ഇപ്പം നമുക്ക് റിപ്പോർട്ട് ഇട്ട് ഏകദേശം ഒരു 4:10 നമുക്ക് കിട്ടുന്നത്. അതായത് വേസ്റ്റിന് തീ പിടിക്കുന്നു പറഞ്ഞാണ് വിളിച്ചു പറഞ്ഞത്. ആ സെക്കൻഡ് തന്നെ നമ്മൾ വന്നു. അപ്പം നമ്മളിവിടെ നോക്കുമ്പോൾ അടുത്ത് കാട്ടാക്കട സ്റ്റേഷനിൽ വന്നു വാഹനം, പിന്നെ അടുത്ത് ചെങ്കച്ചുളയിൽ നിന്ന്. നമ്മളെ സ്റ്റേഷനിൽ നിന്ന് വാട്ടർ ലോറിയും അതുപോലെ തന്നെ വേറെ ഒരു MG വന്നു. അവിടെ കാട്ടാക്കട സ്റ്റേഷനിൽ 2-3 വണ്ടി വന്നു. അതുപോലെ തിരുവനന്തപുരം സ്റ്റേഷനിൽ നിന്നും 2 വണ്ടി വന്നു. അങ്ങനെ ഇപ്പോൾ 2 സ്റ്റെപ്പ് വെള്ളം അടിച്ചു. നമ്മൾ ഈ പരിസരത്ത് വെള്ളം എടുക്കാനുള്ള ഒരു സൗകര്യം ഇല്ല, കുറച്ച് അകലെയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് തീ പിടിക്കുന്ന ഈ സ്ഥലത്തോട് ചേർന്ന് നിരവധി വീടുകളുണ്ടല്ലോ. ആദ്യം നമ്മൾ നേരത്തെ നിലത്ത് വന്നപ്പോൾ നമ്മൾ ചെയ്തത്, പ്രൊട്ടക്ട് ചെയ്തത് ഈ വീടാണ്. നിങ്ങൾക്ക് കാണാം, ഇതിൽ കാണും പോലെ തന്നെ വീടിനെ പ്രൊട്ടക്ട് ചെയ്തു, ബാക്കിയുള്ളതല്ല. വീടുകളിൽ നിന്നൊക്കെ ആളുകളെ മാറ്റിയോ? മാറ്റി ആൾക്കാരെങ്കിലും ഉണ്ടോ നോക്കി എല്ലാവരെയും നമ്മൾ മാറ്റി. പരിസരത്തുള്ള വീടുകളിൽ നിന്നും എല്ലാവരെയും മാറ്റിയിട്ട് ആദ്യം പ്രൊട്ടക്ട് ചെയ്തു വീടിനെ. പിന്നെ ഇതിനകത്ത് ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ? അത് അത്രയും വലിയ ഭയങ്കരമായിട്ടുള്ള തീയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഉടൻ തന്നെ എന്ത് ചെയ്തു, ഇവരുടെ ചോദിച്ചറിഞ്ഞു. ഉടൻ തന്നെ നമ്മൾ വീട് പ്രൊട്ടക്ട് ചെയ്തു. ബാക്കി ഉള്ള വാഹനങ്ങൾ വന്നു. കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സ് എത്തുമെന്ന്? എത്തും കൂടുതൽ എത്തും. വാഹനം എടുക്കുകയും ചെയ്ത് ഏകദേശം ഇപ്പോൾ ഏകദേശം 3/4 ഭാഗം തീ നിയന്ത്രണമായിട്ടുണ്ട്. ഇനി വളരെ പേടിക്കേണ്ട ആശങ്കാജനകമായിട്ടുള്ള ഒന്നുമില്ല. ഗോകുൽ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സ് ഈ തീ അണയ്ക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നിലവിൽ 6 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം നടന്നത്. പക്ഷേ അപ്പോഴേക്കും ഈ തീ കൂടുതൽ ആളിപ്പടർന്നു. ആ ഫയർഫോഴ്സ് യൂണിറ്റിലുണ്ടായിരുന്ന വെള്ളം മുഴുവൻ തീർന്നിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സിനെ അലർട്ട് ചെയ്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സ് ഈ മേഖലയിലേക്ക് എത്തുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ തീ കൂടുതൽ ഇടങ്ങളിലേക്ക് പടരുന്നുണ്ട് ഇപ്പോൾ. മാത്രമല്ല, ഇതിനോട് ചേർന്ന് നിരവധി വീടുകൾ ഉണ്ട്. അങ്ങനെ അത്രത്തോളം ആ ഒരു തരത്തിലുള്ളൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ സമീപ പ്രദേശത്തുള്ള ആളുകളെ മാറ്റിയതിനു ശേഷമാണ് ഈ തീ അണയ്ക്കാനുള്ള നടപടികളിലേക്ക് ഫയർഫോഴ്സ് കടന്നത്. ഇപ്പോൾ ഈ തീ പിടിക്കുന്ന മേഖലയിലുള്ള വീട്ടിൽ നിന്നൊക്കെ തന്നെ ആളുകളെ മാറ്റി പാർപ്പിച്ചു എന്നതാണ് ഫയർഫോഴ്സും പറയുന്ന കാര്യം. ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും ഒക്കെ തന്നെ സഹകരണത്തോടെയാണ് ഇപ്പോൾ ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ. തിരുവനന്തപുരത്ത് നരുവാമൂടിലാണ് ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിലുണ്ടായ വലിയ തീപിടുത്തം. ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. 6 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി ശ്രമിച്ചിട്ടും തീ പൂർണ്ണമായും
അണയ്ക്കാനായിട്ടില്ല. ഇപ്പോഴതിനുള്ള ശ്രമം തുടരുകയാണ്. പക്ഷേ തൊട്ടടുത്ത് വീടുകളുണ്ടെങ്കിലും അപകടകരമായ നിലയിലേക്ക് തീ പടരാതെ നിയന്ത്രിക്കുവാനായിട്ടുണ്ട്.